ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി അടിപൊളി ബ്രൗണീൻ്റെ റെസിപ്പിയാണ്. ബട്ടറൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു ബ്രൗണീൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഷുഗർ നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഒരു ബൗളിൽ ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തത്. ഇനി നമുക്ക് വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് വേണ്ടത്. ആ 3 മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു മിക്സിങ്ങിലൂടെയാണ് ബ്രൗണി നന്നായിട്ട് വരിക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഷുഗറൊക്കെ നന്നായിട്ട് മെൽട്ട് ചെയ്യുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചോക്ലേറ്റ് വേണം. 225 ഗ്രാം ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വെച്ചതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, കട്ട കെട്ടാതിരിക്കാനാണ്. അപ്പോൾ ഇത് ചൂടാറാൻ വെക്കുക, നന്നായിട്ട് ചൂട് പോകണം. അപ്പം ഇതാ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിക്ക് വെക്കാൻ പോവുകയാണ്. പിന്നെ വെച്ചാൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പിലൂടെ അരിച്ചെടുക്കലാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ അതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിപ്പിലൂടെ അരിച്ചെടുക്കാം. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂട് പോകണം കേട്ടോ. ചൂട് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ശരിയാവില്ല, ബ്രൗണീൻ്റെ ക്രാക്കും ഗ്ലേസിങ്ങും ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതാ ചൂടും പോയ ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചെടുക്കണം. അതെനിക്ക് വിട്ടുപോയതാണ്, പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അതൊന്ന് കട്ടായിപ്പോയി. അപ്പോൾ വാനില എസൻസും കൂടി 1 ടീസ്പൂൺ ഒഴിച്ച ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നും, പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ലൂസായിക്കോളും. പാലോ വെള്ളമോ ഒന്നും ചേർക്കാൻ പാടില്ല. അപ്പം ഇതാ നന്നായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വിധത്തിൽ വേണം കിട്ടാനായിട്ട്. നല്ല ഗ്ലേസിങ്ങിലൂടെയാണ് കണ്ടാൽ നല്ല ഷൈനിങ് ഉണ്ട് നമ്മളെ മാവിനൊക്കെ. അപ്പം ഇതാ ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു ബേക്കിംഗ് പേപ്പർ വിരിച്ചതിന് ശേഷം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഓവണിൽ ഈ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റലാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് അല്ലെങ്കിൽ ആയതിനു ശേഷം ഒന്ന് ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ഡിസൈൻ ചെയ്യാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇപ്പം ഡ്രൈ നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കലാണ്. പിസ്ത, കാഷ്യൂ, ബദാം ഒക്കെ മിക്സ് ഉള്ളത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കലാണ്. ഇനി ഇത് നമുക്ക് ഓവണിൽ 200 ഡിഗ്രിയിൽ 30 മിനിറ്റ് കൊടുക്കണം. അത് ഓരോ ഓവണിൽ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടായിരിക്കും. ടൈമിങ്ങൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. അപ്പോൾ ഇതാണ് ഓവണിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ ബ്രൗണി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ കട്ടാക്കിയിട്ടെടുക്കലാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയായ ബ്രൗണി തയ്യാറായി. പിന്നെ ബട്ടർ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ബ്രൗണി തയ്യാറാക്കാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.